Meet the editors. സുജയ പാർവതി, ഇന്നലെ നമ്മൾ വളരെ വിശദമായി ബജറ്റ് ചർച്ച ചെയ്തു. ആ ബജറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിമർശനങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു. അതിൽ പരിഭവങ്ങൾ. പക്ഷേ ഇന്ന് ചിഞ്ചുറാണി പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതിയില്ല. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ചിഞ്ചുറാണിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സംയമനത്തോടുകൂടി അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ ആ മറ നീക്കിയാണ് ചിഞ്ചുറാണി പ്രതികരിച്ചത്. പരാതി ന്യായമാണ്. പരാതി ന്യായമാണ്. കാരണം ഈ ജെ ചിഞ്ചുറാണി ആയാലും ജി ആർ അനിൽ ആയാലും അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സാധാരണക്കാരൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാതെ വലിയ വ്യവസായങ്ങളെക്കുറിച്ചൊന്നുമല്ല അവർ പറയുന്നത്. അവർക്ക് ഭക്ഷണം, ഒന്ന് മൃഗങ്ങളുടെ കാര്യമാണ്, മൃഗസംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ. മറ്റേതാണെങ്കിൽ നേരിട്ട് ജനങ്ങൾക്ക് വിപണിയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ജി ആർ അനിലിന് പറയാനുള്ളത്. വെറുതെയല്ല മന്ത്രി കൈ കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് CPIയുടെ മന്ത്രിമാർ പറയുമ്പോൾ അതിൽ ന്യായമുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം. അതിന് ചില കാരണങ്ങളുണ്ട്. ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളത് ജെ ചിഞ്ചുറാണി പറയുന്നത് ശതമാന കണക്ക് വെച്ചുകൊണ്ടാണ്. അത് നമ്മൾ ബജറ്റിലേക്ക് വിശദമായി വന്നു കഴിഞ്ഞാൽ ആ ശതമാന കണക്ക് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വെട്ടിക്കുറച്ചു എന്നാണ് ജെ ചിഞ്ചുറാണി പറയുന്നത്. ഇതിലിപ്പോൾ കൃഷി മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ആലപ്പുഴയിൽ നമ്മൾ കാണുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ജെ ചിഞ്ചുറാണി പറഞ്ഞ ക്ഷീരവികസന മേഖല എന്ന ഹെഡറിൽ 100ാമത്തെ ഐറ്റമായി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. ക്ഷീരവികസന മേഖലയ്ക്കായി 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരിക്കുന്നത് 109.25 കോടി രൂപയാണ്. അതായത് 109 കോടി 25 ലക്ഷം രൂപ മാത്രം. അതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് അങ്ങനെ ഒരു പദ്ധതിയാണ്. ആ പ്രോജക്റ്റിന് 11 കോടി 40 ലക്ഷം. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് സഹായമായി 22 കോടി 55 ലക്ഷം രൂപ. ആകെ ഒറ്റ പാരഗ്രാഫാണുള്ളത് ക്ഷീരവികസനം എന്ന ഹെഡറിൽ. പിന്നെ എങ്ങനെയാണ് ജെ ചിഞ്ചുറാണി മൃദുഭാവത്തിൽ പ്രതികരിക്കുക? ആ ഒരു ചോദ്യം കൂടുതൽ പറയാനുണ്ട്. അത് ദില്ലി യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്ന് മന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. കൃഷിമന്ത്രിയുടെ പ്രതികരണം വളരെ ലൈറ്റായിരുന്നു, അല്ലെങ്കിൽ കൃഷിമന്ത്രി ഈ അനുനയ ശ്രമങ്ങൾ നടക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇതിൽ ഉയർന്നിരുന്നു. അപ്പോൾ ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൃഷിയുടെ കാര്യം, കാർഷിക മേഖലയ്ക്ക് വാർഷിക പദ്ധതിയിൽ കൊടുത്തിരിക്കുന്നത് 1698 കോടിയാണ്. പിന്നെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം വലിയ പ്രോജക്റ്റാണ്. അത് പുതിയ പദ്ധതിയാണ്. ലോകബാങ്കിന്റെ വായ്പ അതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. 5 വർഷം കൊണ്ട് ചെലവിടാൻ ഉദ്ദേശിക്കുന്നത് 2365 കോടിയാണ്. ഈ നടപ്പ് വർഷത്തിൽ അതിനുമുണ്ട് 100 കോടി. അവിടെയാണ് അപ്പോൾ ഈ 109 കോടി മാത്രമുള്ള ഒറ്റ പാരഗ്രാഫിനെ കുറിച്ച് ജെ ചിഞ്ചുറാണി കലഹിക്കുന്നത്. അതിനപ്പോൾ കാരണമുണ്ട്. വിളപരിപാലനത്തിന് 535, നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ 93 കോടി, വിഷരഹിത പച്ചക്കറി 78 കോടി, നാളികേര വികസന പദ്ധതി 65 കോടി, അങ്ങനെ പോകുന്നു. പല ഹെഡറുകളാണ്. 3-4 പേജുകളുമുണ്ട്. അപ്പോൾ കൃഷിമന്ത്രിയുടെ പരിഭവം പറച്ചിൽ കുറഞ്ഞു നിന്നതിന് കാരണം ഇപ്പോൾ വ്യക്തമായല്ലോ. ഇനി തിരിച്ച് ഇവരുടെ പരാതിയിലേക്ക് തന്നെ വരാം. ഇതിൽ 4 മന്ത്രിമാർ, CPIയുടെ 4 മന്ത്രിമാർ, ആ 4 മന്ത്രിമാർക്കും ബജറ്റിൽ അവഗണന നേരിട്ടത് വെച്ച് നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ കൃഷി വകുപ്പിനാണ് കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ളത്. മറ്റു 3 പേർക്കും അവഗണന നേരിട്ടിട്ടുണ്ട്. സപ്ലൈകോയുടെ കാര്യത്തിലേക്ക് വരാം. സപ്ലൈകോ 3000 കോടിയിലേറെ രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. അത് ആ സപ്ലൈകോയുടെയോ അല്ലെങ്കിൽ ആ മന്ത്രിയുടെയോ വകുപ്പ് മന്ത്രിയുടെയോ വകുപ്പിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ കെടുകാര്യസ്ഥതയൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ നയമനുസരിച്ച് വിപണിയിൽ ഇടപെട്ട് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടമാണ്. അതായത് പിണറായി സർക്കാരിന് 2ാം ഊഴം കിട്ടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായ കിറ്റ്, കരുതലിന്റെ കിറ്റ്, ആ കിറ്റ് വിതരണം ചെയ്തതിന്, പിന്നെ നെല്ല് സംഭരിച്ചത്, പിന്നെ മില്ലുടമകൾക്ക് നൽകിയത്, ഈ ഹെഡറുകളിലെല്ലാമായിട്ടാണ്. എന്നിട്ട് 1 രൂപ പോലും ഈ ബജറ്റിൽ സപ്ലൈകോയ്ക്ക് മാറ്റിവെക്കാത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇക്കാര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആശാവഹമല്ല എന്ന് പറഞ്ഞത്. കാരണം വിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കാത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില അത് എങ്ങനെയാണ് ക്രമീകരിക്കാൻ പോകുന്നത്? അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ കാണുന്നില്ല. അത് മന്ത്രിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദില്ലി സമരത്തിനായി ഇപ്പോൾ ഡൽഹിയിലാണ് ജി ആർ അനിലുള്ളത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓപ്പണപ്പ് ചെയ്യുന്നില്ലെങ്കിലും അത് മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലോ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ധനവകുപ്പിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലാണ്. ഒരു വകുപ്പിനെയും അവഗണിച്ചില്ല. ഓരോ മന്ത്രിമാർക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ ഞങ്ങളുടെ വകുപ്പിന് കൂടുതൽ കിട്ടാൻ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതാണ് എന്ന രീതിയിലാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും മന്ത്രിയായാലും പറയുന്നത്. പക്ഷേ ഇതിൽ മുന്നണിയിലെ 2ാം കക്ഷിയാണ്, പ്രതിപക്ഷമല്ല പറയുന്നത്, BJP അല്ല പറയുന്നത്. മുന്നണിയിലെ 2ാം കക്ഷിയായ CPI പറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ഇടങ്ങളെ അവഗണിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജെ ചിഞ്ചുറാണി പരസ്യ പ്രതികരണത്തിലേക്ക് വന്നു. പക്ഷേ അവർ ഒരുപാട് അങ്ങോട്ട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും ജെ ചിഞ്ചുറാണിയിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നുണ്ടായത്. അപ്പോൾ അത് കാര്യമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം.
തീർച്ചയായും പരാതി ന്യായമാണോ എന്ന് ചോദിച്ചാൽ പരാതി ന്യായം തന്നെയാണ്. നമ്മുടെ ഒരു ഭരണ സംവിധാനം അനുസരിച്ച് നമ്മുടെ നിയമസഭയിൽ മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്വമാണുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പിനെ ചൂണ്ടിക്കാട്ടി സർക്കാർ എടുക്കുന്നൊരു നിലപാടിനെ പുറത്ത് വിമർശിക്കാൻ കഴിയില്ല. അത് അങ്ങനെ വരുന്ന പക്ഷം കൂട്ടുത്തരവാദിത്വം അതെന്ന് പറയുന്ന കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിക്ക് അതൊരു വലിയ വിമർശനമായി മാറും. പ്രതിപക്ഷം ആ സാഹചര്യം മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെയാണ് ഇന്ന് മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വത്തെ ഹനിക്കുന്ന ഒന്നും തന്നെ CP മന്ത്രിമാരുടെ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ ആ അപ്രിയത്തിൻ്റെ സ്വഭാവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിരിക്കുന്നത് ഈ 4 മന്ത്രിമാരിൽ ചിഞ്ചുറാണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് ചിഞ്ചുറാണിയേക്കാൾ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. കാരണം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നു എന്ന് മാത്രമല്ല, ഇന്ന് നമ്മളുടെ ബൈറ്റുകളിലടക്കം പൊതുജനങ്ങൾ പരാതിയായി ആദ്യം ഉന്നയിക്കാൻ പോകുന്നത് അവരുടെ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ 13 സാധനങ്ങൾ സബ്സിഡിയുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന പരാതിയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ വളരെ പെട്ടെന്ന് ബാധിക്കുന്ന വിഷയം എന്ന നിലയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് പരാതി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കണക്കുകളിലേക്ക് വന്നാൽ ഇതിൽ ഈ 4 മന്ത്രിമാരുടെയും കണക്കുകളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായും അറിയാം. കാരണം അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ ആവശ്യമായ പണം പോലും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 2970 കോടിയോളം രൂപ വരും സിവിൽ സപ്ലൈസ് വകുപ്പിനുള്ള ഇതുവരെയുള്ള കുടിശ്ശിക വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെഡറുകളിൽ. വിപണിയുടെ ഇടപെടലിനു വേണ്ടി പണം എപ്പോഴാണ് അനുവദിക്കുക? ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ എപ്പോഴും ആശ്രയിക്കുന്നത് ഈ സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളെയാണ്. അവിടെ വിപണിയിൽ ഇടപെടാൻ വേണ്ടി സർക്കാർ കൃത്യമായ ഇടവേളകളിൽ സർക്കാരിന് പണം നൽകുന്നുണ്ട്. പക്ഷേ നോക്കൂ, റേഷനരിയുടെ കാര്യത്തിലടക്കം വലിയ കുടിശ്ശിക ഈ സർക്കാർ വരുത്തിയിരിക്കുന്നു. വിതരണക്കാർ അവരുടെ കുടിശ്ശിക നൽകാത്തത് കാരണം സിവിൽ സപ്ലൈസ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓണക്കാലത്തും ഇതേപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സർക്കാരിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. അതൃപ്തി പരസ്യമാക്കുന്നത് നമ്മൾ കണ്ടു. 2 മന്ത്രിമാരാണ് ഈ ഓണക്കാലത്തും അതിനുശേഷവും സർക്കാരിൻ്റെ ഈ ധനപ്രതിസന്ധിയിൽ പൊട്ടിത്തെറിച്ചത് ക്യാബിനറ്റിൽ. അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, അത് ശിവൻകുട്ടിയാണ്. മറ്റൊന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്, GR അനിലാണ്. അപ്പോഴും കൃഷി വകുപ്പ് മന്ത്രി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തന്നെയാണ് തങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2970 കോടി രൂപ കുടിശ്ശികയുള്ളതിൽ ഈ സർക്കാർ ഇത്തവണ എത്ര അനുവദിച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് അതിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. ഉദാഹരണത്തിന് ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടലിൻ്റെ ഭാഗമായി 1432 കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇത് സാധാരണ ജനങ്ങളിലേക്ക് ബർഡൻ എത്താത്ത വിധത്തിൽ മാവേലി സ്റ്റോറുകൾ സർക്കാരിന് വേണ്ടി കൈകാര്യം ചെയ്തതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് മാത്രം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സബ്സിഡി ഇനങ്ങളിൽ 1526 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫലം എന്തെന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ കരാറുകാർ, ഈ വിതരണം ചെയ്യുന്ന കരാറുകാർ അവരുടെ സാധനങ്ങൾ കേരളത്തിലെ സിവിൽ സപ്ലൈക്ക് കൈമാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ സാധനങ്ങളുടെ വിതരണം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഭക്ഷ്യമന്ത്രി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പിനേക്കാൾ കൂടുതൽ സിവിൽ സപ്ലൈസ് വകുപ്പിനാണ് യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഭക്ഷ്യവകുപ്പിൻ്റെ കാര്യത്തിൽ വലിയ കുറവില്ല, സിവിൽ സപ്ലൈസ് കോയുടെ കാര്യത്തിലാണ് വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വന്നാൽ വളരെ കൗതുകകരമായ ഒരു കാര്യമുള്ളത്, പ്രതീക്ഷിച്ചതിൽ പലതും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിന്ന് ഈ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ വെബ്സൈറ്റിലേക്ക് പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകം പക്ഷേ തിരിച്ചാണ് കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയ്ക്ക് കരുത്തേകി കേരള സർക്കാരിൻ്റെ ജനകീയ ബജറ്റ് എന്നാണ് ചിഞ്ചുറാണിയുടെ വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ തലക്കെട്ട് എന്ന് പറയുന്നത്. അതിൽ പണം അനുവദിച്ചതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു. മൃഗസംരക്ഷണ ക്ഷീരവികസന ഉപമേഖലകൾക്കുള്ള ആകെ അടങ്കൽ 435.40 കോടി രൂപയാണ്. അതിൽ മൃഗസംരക്ഷണ വകുപ്പിന് ഇത്ര കിട്ടുന്നു, ക്ഷീരവികസന വകുപ്പിന് ഇത്ര കിട്ടുന്നു. ആ കണക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ ചിഞ്ചുറാണി പറയുന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന് കരുത്തേകിയിരിക്കുന്നു എന്നാണ്. പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന ബൈറ്റിൽ പൊട്ടിത്തെറിക്കുന്ന ചിഞ്ചുറാണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. മൃഗസംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന 34 കോടി അവരുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത, സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത തുകയായിരുന്നു. എത്രയോ കുറവാണ് എന്നാണ് പറയുന്നത്. കുടപ്പനക്കുന്നിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ അവർ ആലോചിച്ചിരുന്നു. 4 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത്. വെറ്റിനറി ഗോവർദ്ധനിക്ക് വേണ്ടി 1200 ഈ കന്നുകുട്ടി പരിപാലനത്തിന് വേണ്ടിയിട്ട്
ഗോവർദ്ധനി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ 5200 കോടിയാണെങ്കിൽ ഇത്തവണ അത് 4200 കോടിയായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു. വീട്ടുപടിക്കൽ മൃഗസംരക്ഷണത്തിന് വേണ്ടുന്ന പദ്ധതികളിൽ 299 കോടി രൂപ എന്ന നിലയിലേക്ക് അത് ചുരുങ്ങുന്നു. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരുപക്ഷെ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് നീക്കിവെച്ചിരിക്കുന്നത് എന്നതാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ ആശങ്കയിലാഴ്ത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി റവന്യൂവിൻ്റെ കാര്യത്തിൽ വന്നാൽ റവന്യൂ വകുപ്പിനും പരാതി ഉണ്ടാവേണ്ടതാണ്. കാരണം കഴിഞ്ഞ തവണ അനുവദിച്ചിരിക്കുന്നത് 80 കോടിയാണ്, ഇത്തവണ 81 കോടി രൂപ, അതായത് ആകെ 1 കോടി രൂപയുടെ വർധനമാണ് റവന്യൂ വകുപ്പിനുള്ളത്. റവന്യൂ വകുപ്പിലെ റവന്യൂ മന്ത്രിയുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങളിലൊന്നായ സർവേ മ്യൂസിയത്തിന് പോലുമുള്ള പണം അനുവദിച്ചിട്ടില്ല. ഭൂമിയുടെ ന്യായവില ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള 10 കോടി രൂപയുണ്ടായിരുന്നു, അതനുവദിച്ചിട്ടില്ല. അപ്പോൾ CPI മന്ത്രിമാർക്ക് പൊതുവേ പരാതി പറയാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കുന്ന രീതിയിലൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല. ഇത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതൊരു വലിയ സ്ഫോടനമായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പരാതി ന്യായമാണ്. ഇപ്പോൾ പ്രൈമറി സെക്ടറാണ് ഈ രണ്ട് മന്ത്രിമാരെങ്കിലും ചുമതല വഹിക്കുന്ന വകുപ്പുകൾ. ഭക്ഷ്യവകുപ്പായാലും അതെ, മറ്റേ ക്ഷീരവികസന വകുപ്പായാലും അതെ. 2021 രണ്ടാം പിണറായി സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പിണറായി വിജയൻ ആദ്യം പുകഴ്ത്തിയത് മുൻ ഭക്ഷ്യമന്ത്രി പി തിലോത്തമനെയാണ്. പ്രളയകാലത്ത് അതേപോലെ കോവിഡിൻ്റെ കാലത്ത് ഏറ്റവും നന്നായി ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. ഇന്ന് അതേ വകുപ്പിനാണ് അതിൻ്റെ പേരിൽ നഷ്ടം വന്നിരിക്കുന്നത്. 2225 കോടിയുടെ നഷ്ടം ഈ കിറ്റ് കൊടുത്ത വഴിയുണ്ട് ഭക്ഷ്യവകുപ്പിന്. അപ്പോൾ അത് ഒരു തരത്തിലും പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞത് സപ്ലൈകോ ഈ മാവേലി സ്റ്റോറുകളൊക്കെ എന്ന് പറഞ്ഞാൽ CPI സംബന്ധിച്ച CPIയുടെ മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനുടെ അദ്ദേഹം ഈ ചന്ദ്രശേഖരൻ നായരാണല്ലോ അത് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഒരു ആത്മബന്ധമുണ്ട് ആ വകുപ്പിനോട്. ആ വകുപ്പ് ആ രൂപത്തിൽ മനോഹരമായി നടപ്പാക്കി. അതൊരു വലിയ സങ്കല്പവുമായിരുന്നല്ലോ, വിപണിയിൽ ഇടപെട്ട് വില കുറഞ്ഞ് സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഒരു ഘട്ടം വരെ വളരെ ഭംഗിയായി നടക്കുകയും ഈ 2016 മുതൽ 13 ഇനം സാധനങ്ങൾക്ക് ഒരേ രൂപത്തിൽ സബ്സിഡി നൽകി ഒരേ വിലയിൽ വിറ്റത് നേട്ടമാണെന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതാണ്. അപ്പോൾ അത് ഇനി ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നുള്ളത് ഇപ്പോൾ സപ്ലൈകോയിൽ നമുക്ക് അറിയാമല്ലോ. പല സാധനങ്ങളും കിട്ടാനില്ല, കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട്. ഇതൊക്കെ ഈ വിഷയം നിൽക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാം എന്നതിൽ ഒരു വിദഗ്ധ സമിതിയെ പഠനത്തിന് നിയോഗിച്ചു. അപ്പോൾ ആ വിദഗ്ധ സമിതി 13 ഇനങ്ങളുടെയും വില കൂട്ടണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന്മേൽ ധനമന്ത്രി അത് ഓക്കെ പറഞ്ഞു, അംഗീകാരം നൽകി. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ അതങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമായി ഇതിൽ അടയിരുന്നുകൊണ്ട് കാര്യമില്ല. എന്താണ് സിവിൽ സപ്ലൈസ് നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ജനങ്ങളുടെ പ്രാക്കാണ്, പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതിപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ചിഞ്ചുറാണി പ്രതികരിച്ചു എന്ന് പറഞ്ഞു. ചിഞ്ചുറാണി കുറച്ചുകൂടി ജെനുവിനായിട്ട് ബ്ലണ്ടായിട്ട് പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ കുറച്ചുകൂടി ജെനുവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റവർ പൊതിഞ്ഞു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രത്തിനെതിരായ സമരത്തിന് ഡൽഹിയിൽ നിൽക്കുമ്പോഴാണ് മന്ത്രി GR അനിൽ പ്രതികരിക്കുന്നത്. അവിടെ തന്നെയാണ് തോന്നുന്നു ഇപ്പോൾ റവന്യൂ മന്ത്രി ഉള്ളത്. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു പരാതി സത്യമാണ്. ഈ കണക്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല. ഏത് രൂപത്തിൽ ഇതെല്ലാം കേന്ദ്രത്തിനെ പഴിചാരുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രം തരാത്തത് കൊണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 4 വകുപ്പുകൾക്ക് മാത്രം ആ രൂപത്തിൽ 40%, 20%? ഇപ്പം നെല്ലിൻ്റെ കാര്യത്തിൽ കൃഷിമന്ത്രിക്ക് താരതമ്യേന കുറവേ പരാതിയുള്ളൂ എന്ന് പറയുന്നത് അത് ശരിയല്ല കേട്ടോ. 320 കോടി കുടിശ്ശികയുണ്ട് നെല്ല് സംഭരണം വഴി കിട്ടാനുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് പരാതി ഇല്ലാതിരിക്കുന്നു. അല്ലല്ല, നെല്ല് സംഭരണ വഴി കിട്ടാനുള്ള 320 കോടി കുടിശ്ശികയുണ്ട്. നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രം പ്രത്യേകം തന്നിട്ടില്ല. അതൊരു വിഷയമല്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത്. അത് ശരിയാണ്. പക്ഷേ ആ രൂപത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും 4 മന്ത്രിമാരും അത് 4 CPI മന്ത്രിമാരായിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നു. അതിലപ്പുറം ഇത് ബാധിക്കാൻ പോകുന്നത് സർക്കാർ എന്ന നിലയ്ക്ക് ആകെ സർക്കാരിനെ തന്നെയാണ്. അത് CPIയെ ബാധിക്കുന്ന വിഷയമായിട്ടല്ല വരാൻ പോകുന്നത്. സപ്ലൈകോ മുന്നിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോഴും കേന്ദ്രം തന്നില്ല എന്നുള്ള ന്യായം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. നോക്കൂ, ഇപ്പോൾ ഒരു ബജറ്റ് ഒരു സർക്കാർ തയ്യാറാക്കുന്നതിന് മുമ്പ് എല്ലാ വകുപ്പുകളും അവരുടെ ധനാഭ്യർത്ഥനകൾ ധനമന്ത്രാലയത്തിന് കൊടുക്കും. ആ ധനമന്ത്രാലയത്തിന് ലഭിക്കുന്ന ധനാഭ്യർത്ഥനകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന നമ്മുടെ കൈവശമുള്ള വരുമാനവും സാധ്യതാ വരുമാനവും നമ്മുടെ കടമെടുപ്പും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. ആ ബജറ്റ് പിന്നീട് മന്ത്രിസഭ അംഗീകരിക്കും. അതിനുശേഷമാണ് അത് നിയമസഭയിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ പ്രോസസ്സ് നടന്നില്ലേ? ഇപ്പോൾ ബജറ്റ് ഒരു കൂട്ടുത്തരവാദിത്വമാണല്ലോ സർക്കാരിൻ്റെ. ആ അർത്ഥത്തിൽ എല്ലാവർക്കും അറിയേണ്ടതാണ് ഏതൊക്കെ ഹെഡറിൽ എന്തൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. അത്തരമൊരു ചർച്ച മന്ത്രിസഭയിൽ നടക്കേണ്ടതാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
ഏതായാലും ആരെയും ഒന്നും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ധനമന്ത്രി വന്ന് നിയമസഭയിൽ ബജറ്റ് പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ 2016 മുതൽ 2024 വരെ ഒരു തുടർ മന്ത്രിസഭയാണല്ലോ. അപ്പോൾ 8ാമത്തെ ബജറ്റാണ്. 7 ബജറ്റിലും ഈ തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തുകൊണ്ട് ഈ പരാതി ഉണ്ടാകുന്നു? ഞാൻ കരുതുന്നില്ല ഇത് ഈ CPI മന്ത്രിമാരുടെ വകുപ്പുകളെ തെരഞ്ഞു പിടിച്ച് ഒരു വിവേചന ബുദ്ധിയോടുകൂടി ബാലഗോപാൽ പെരുമാറിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നേരത്തെ സ്മൃതിയും അരുണും സുജയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വമായിരിക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം കൃഷിമന്ത്രി നന്നായി പെർഫോം ചെയ്തു, അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാം. സ്പോർട്സ് മന്ത്രി നന്നായി പെർഫോം ചെയ്തില്ല, അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനമല്ലല്ലോ ജനങ്ങളെടുക്കുന്നത് ഒരു മന്ത്രിസഭയുടെ ആകെ പെർഫോമൻസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വകുപ്പുകളോട് പ്രത്യേകമായൊരു വിവേചനം കാണിക്കാനായിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ തീരുമാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊരു കാര്യം നോക്കൂ, നമ്മളിപ്പോൾ ഈ പറയുന്ന 4 മന്ത്രിമാരുടെ പരാതിയേക്കാൾ എത്രയോ വലിയ പരാതി പറയേണ്ട ആളാണ് വീണ ജോർജ്. വീണ ജോർജിൻ്റെ ആരോഗ്യ വകുപ്പിനൊക്കെ എന്ന് വെച്ചാൽ വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ വീണ ജോർജിൻ്റെ ആരോഗ്യവകുപ്പിൽ കാരുണ്യ ബെനവലൻ ഫണ്ടാണെങ്കിലും കാരുണ്യ പദ്ധതിയാണെങ്കിലും അതിൻ്റെയൊക്കെ കുടിശ്ശിക എത്ര മാത്രമാണ്? 200 പുറത്ത്. അതാണ് ആ കുടിശ്ശിക എത്രയോ മാത്രമാണെന്ന്. മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുള്ളത്, കാരുണ്യ കാർഡുമായിട്ടൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്കിപ്പോൾ ചികിത്സ കിട്ടില്ല. അതാണ്. അപ്പോൾ അവിടെ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ആരോഗ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പ്രതിസന്ധി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന CPI മന്ത്രിമാരോട് മാത്രമല്ല, മറിച്ച് പല വകുപ്പുകൾക്കും അവരർഹിക്കുന്ന തുക നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന ധനപ്രതിസന്ധി തന്നെയാണ് കാരണം. ഞാൻ ഒരു കണക്ക് സൂചിപ്പിക്കുക. അത് 2022-23 ബജറ്റിൽ ഓരോ വകുപ്പുകൾക്കും അലോക്കേറ്റ് ചെയ്തു തുക. എന്നിട്ട് എത്രയാണ് നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞത്? ഞാൻ പറയാം. കൃഷിക്ക് 38% അനുവദിക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ അലോക്കേറ്റ് ചെയ്തതിൻ്റെ 38% മാത്രമാണ് കൃഷിക്ക് അനുവദിക്കാൻ കഴിഞ്ഞത്. ഗ്രാമവികസനത്തിന് 51% അനുവദിക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ ബജറ്റിലെ കണക്കുകളാണ്. സഹകരണ വകുപ്പ് നോക്കൂ, 8.84% അലോക്കേറ്റ് ചെയ്ത് അനുവദിച്ച തുകയിൽ ചെലവഴിക്കാനായിട്ട് കൊടുത്തത്. ജലസേചനം 35%, വ്യവസായം 33%, സാമൂഹ്യ സേവനം 53%. അതായത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത പൈസ തന്നെ നമുക്ക് പൂർണ്ണമായും കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സ്ഥിതി കഴിഞ്ഞ ബജറ്റിലുണ്ടായി. പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ചെറിയ പാക്കേജുകളൊന്നുമില്ല. ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്, തീരദേശ പാക്കേജ്. ഈ പറയുന്ന 7600 കോടിയുടെയാണ് ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത്. 12000 കോടി രൂപയുടേതാണ് വയനാട് പാക്കേജ് എന്ന് പറയുന്നത്. ഇതിനൊന്നും ഒറ്റ പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പാക്കേജ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വലിയ ധനപ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തുച്ഛമായ പൈസ ഓരോ വകുപ്പിനും കൊടുക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വേണമെങ്കിൽ 2000 കോടി 3000 കോടി വകയിരുത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. ആ എസ്റ്റിമേറ്റ് വളരെ യുക്തിപരമായിരിക്കണം. അത് സാധ്യമാകുന്നൊരു സാഹചര്യത്തിലല്ല നമ്മുടെ ധനസ്ഥിതി സംസ്ഥാനത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് ഇത് CPIയോട് മാത്രം കാണിക്കുന്ന ഒരു വിവേചനമല്ല. ഇനി സ്മൃതി പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത് ഒരു സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് പ്രയോറിറ്റി സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും ഈ പറയുന്ന റോഡുകൾ വരുന്നതാണ് വികസനം എന്ന് കരുതും, അല്ലേ? മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതാണ് വികസനം എന്ന് കരുതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാഥമികമായ പരിഗണന 3 വകുപ്പുകളിലാണെന്ന് എനിക്കെപ്പോഴും ഒരു നിലപാടുണ്ട്. അത് കൃഷിയാണ്, 2 ഭക്ഷ്യ പൊതുവിതരണമാണ്, 3 ആരോഗ്യമാണ്. ഈ 3 വകുപ്പുകളെ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമുണ്ട്. ഒരു സർക്കാർ എടുക്കേണ്ട നയപരമായ തീരുമാനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അരുണേ, നമ്മുടെ ഈ 1980 നടന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ദിരാഗാന്ധി വിളിച്ചിരിക്കുന്നത് എന്താ പറയുക? ഒനിയൻ ഇലക്ഷൻ എന്നാണ്. 1980, അതായത് 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൊറാർജി ദേശായി ഗവൺമെൻറ് വരുന്നു. അതിനുശേഷം നടക്കുന്ന 80 തിരഞ്ഞെടുപ്പിൽ ഒനിയൻ ഇലക്ഷൻ എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. എന്താ കാര്യം എന്നറിയോ? രാജ്യത്ത് മുഴുവൻ ഉള്ളിയുടെ വില വർദ്ധിച്ച സംഭവമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഒരു സർക്കാർ തോൽക്കുകയാണ്, ദേശീയ സർക്കാർ. ഇത് മാത്രമല്ല, 98 ഞാൻ ഡൽഹിയിലുണ്ട്. 1998 4 സർക്കാരാണ് പോയത്. ഒനിയൻ വില, ഈ ഉള്ളിയുടെ വില. അന്നൊരു സിനിമയുണ്ട്, ഹിന്ദി സിനിമയുണ്ട്, ഥോഡാസ പ്യാർ ഹോന ചാഹിയെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. തോഡീസി പ്യാർ ഹോന ചാഹിയെ. അന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു ടൈറ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്യാജ് എന്നാണ് പറയുക ഉള്ളിക്ക്. ഇവിടെ പ്യാറിന് പകരം ഥോഡാസ പ്യാജ് ഹോന ചാഹിയെ എന്ന് പറഞ്ഞിട്ടാണ് ആ പിന്നെ ഇത് ടൈറ്റിലിടുന്നത്. അതായത് ഉള്ളി ഉണ്ടായിരുന്നെങ്കിൽ തോക്കില്ലായിരുന്നു. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. മനുഷ്യരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വകുപ്പുകളെ, അവരുടെ പ്രശ്നങ്ങളെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഒരു പോളിസി ഡിസിഷനാണ് വേണ്ടത്. നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ തർക്കം തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് ആ ഓണം കടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലൈകോ ആവശ്യപ്പെട്ട 750 കോടിയാണ്. അനുവദിച്ച എത്ര കോടിയാണെന്നറിയോ? 100 കോടി രൂപ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓണക്കാലത്ത് ഈ പല വിഭവങ്ങളും പിന്നെ ഇല്ലായിരുന്നു, സപ്ലൈകോയിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞില്ല, ക്രിസ്മസ് ചന്ത ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ചന്ത ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വളരെ അപ്പോൾ ആ ഒരു ധനപ്രതിസന്ധി ഉണ്ട്. അത് ഈ പറയുന്ന 4 മന്ത്രിമാരുടെ 4 വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി മറ്റു പല വകുപ്പുകൾക്കുമുണ്ട്. പക്ഷേ അത് അവരാരും പറയാതിരിക്കുന്നത് ഈ പറയുന്ന സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ടാണ്. ആ സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം നിശ്ചയമായും CPI മന്ത്രിമാർക്കുണ്ടാകണം. നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കണം ഒരു ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ബജറ്റിൻ്റെ ചർച്ചയിൽ വേണമെങ്കിൽ കൂടുതൽ പൈസ ആവശ്യപ്പെടുകയും ബാലഗോപാൽ അതൊരു വഴി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇതിനെ ഗൗരവതരമായി കാണുന്നു. നിശ്ചയമായും ആ ഗൗരവതരമായി കാണുന്നത് എങ്ങനെയാണ്? സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കൃഷി, ഭക്ഷ്യ പൊതുവിതരണം എന്നീ വകുപ്പുകൾക്ക് കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിരുന്ന പണം കൊടുക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തെ വളരെ ആശങ്കയോടുകൂടി നമ്മൾ നോക്കിക്കാണണം. അതൊരു എന്താ പറയുക, അത് ഇന്നത്തെ നമ്മുടെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് CPIയെയോ CPI മന്ത്രിമാരെയോ തിരഞ്ഞുപിടിച്ച് വിവേചനപൂർണ്ണമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴും പരാതി ന്യായമാണ്. ഒറ്റ കാരണം കൊണ്ട് എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയോറിറ്റി ഫിക്സേഷൻ ഇതിനകത്ത് ആവശ്യമായിരുന്നു. കൃഷിക്കും ഭക്ഷ്യ പൊതുവിതരണത്തിനും നിശ്ചയമായും ഒരു മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നു. ഈ സിവിൽ സപ്ലൈസ് വകുപ്പിന്, ഭക്ഷ്യവകുപ്പിൻ്റെ കാര്യത്തിൽ വലിയ പരാതിയില്ല. പക്ഷേ സിവിൽ സപ്ലൈസിൻ്റെ കാര്യത്തിൽ 500 കോടിയാണ് വകുപ്പ് ആവശ്യപ്പെട്ടത്. 300 കോടി കിട്ടുമെന്ന് കരുതി 1 രൂപ അനുവദിച്ചില്ല. അതെ. അതിലാണ് അത്രയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഈ കുടിശ്ശിക ഇത്രത്തോളം നിൽക്കുന്ന സാഹചര്യത്തിലാണ് GRNലെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളടക്കം ഈ കിറ്റിൻ്റെ പ്രയോജനം കിട്ടിയപ്പോൾ ഒരാളും ചന്ദ്രശേഖരന് മൈക്ക് വെച്ചില്ല. അന്ന് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തെക്കുറിച്ചും പിണറായി വിജയൻ ചെയ്ത പോളിസിയെക്കുറിച്ചുമാണ്. തിലോത്തമന് വേണ്ടിയിട്ട് ബൈറ്റ് വെച്ചില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവിടെ എപ്പോഴെങ്കിലും സിവിൽ സപ്ലൈസുകളിൽ സിവിൽ സബ്സിഡിയുള്ള ഏതെങ്കിലും ഒരു സാധനം ഇല്ലാതെ വന്നാൽ ആദ്യം നമ്മൾ ബൈറ്റ് വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്കല്ല, അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെ ആ മുഖത്ത് ആശങ്ക നിഴലിച്ച് കാണുന്നുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിക്ക് അത്ര പെട്ടെന്ന് ആശങ്കയില്ല. എന്നാൽ നേരത്തെ ഈ പ്രസാദിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്ന സമയത്ത് അല്പം ടെൻഷനിലായിരുന്നു, അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നെങ്കിൽ പോലും. അപ്പോൾ ചുരുക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ CPI മന്ത്രിമാരെ മാത്രം തിരഞ്ഞുപിടിച്ചുള്ള വിവേചനമാണ് എന്നീ ഘട്ടത്തിൽ നമുക്ക് കണക്കാക്കാനും കഴിയില്ല എന്നതാണ്. ഇതിൽ CPI മാത്രമാണ് തെരഞ്ഞുപിടിച്ചതെന്നുള്ളത് അത് ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പരസ്യ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ അവരുടെ നേതൃനിരയിലെ മാറ്റം കൂടി കാണേണ്ടതുണ്ട്. കാനം രാജേന്ദ്രൻ മാറി ബിനോയ് വിശ്വത്തിലേക്ക് വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ മന്ത്രിമാരൊക്കെ തുറന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാനായി വിപണിയിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് ഭക്ഷ്യവകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. മന്ത്രി തന്നെ നേരത്തെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ നിർദ്ദേശങ്ങളൊന്നും ധനവകുപ്പ് പരിഗണിച്ചില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് ബജറ്റിലെ അവഗണന വരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ, ഇരട്ട പ്രഹരത്തിനുള്ള ഒറ്റ മറുപടി, അതാണ് പൊതിഞ്ഞാണെങ്കിലും GRNൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനമുണ്ട്, ഫണ്ട് ചോദിച്ചു വാങ്ങാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല. ഇത് പാർട്ടിക്കുള്ളിലെ വിമർശനമാണ്. CPIക്കുള്ളിൽ പലതവണ ചർച്ചയായതാണ്, മാധ്യമങ്ങളിലും വാർത്തയായി വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം വന്ന ഓണക്കാലം ഓർമ്മയില്ലേ? അക്കാലത്തൊക്കെ CPIക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനമാണ് വരുന്നത്. ഈ പറയുന്ന നമ്മൾ പോയി പ്രതികരണം എടുക്കുന്നത് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം പോകുന്നു. പ്രവർത്തനം എന്ന് പറയുന്ന ഗ്രാഫ്, പ്രവൃത്തിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് 2.5 വർഷമാകുമ്പോഴേക്കും താഴേക്ക് പോവുകയാണ്. അപ്പോൾ അത് അടുത്ത തവണത്തെ തങ്ങളുടെ സീറ്റുകളെ തന്നെ ബാധിക്കും എന്ന ഒരു ചിന്ത പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഗതാഗത വകുപ്പിന് കൊടുത്ത പരിഗണന പോലും ഭക്ഷ്യ വകുപ്പിന് കൊടുത്തില്ല. ടൂറിസം അടക്കമുള്ള CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം അനുവദിച്ചപ്പോൾ എന്തുകൊണ്ട് CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം അനുവദിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അതിനെ തള്ളിപ്പറയാൻ ശ്രമിച്ചാലും ആ ചോദ്യം സർക്കാരിന്റെ പ്രയോറിറ്റി ഇപ്പൊ ടൂറിസം മേഖലയിൽ നോക്കൂ. ടൂറിസം മേഖലയിൽ എത്ര കോടി അനുവദിച്ചു എന്നാണ് നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചത്? 5000 കോടി അനുവദിച്ചു എന്നാണ്. അങ്ങനെയല്ല, 5000 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള സാധ്യത ഒരുക്കുകയാണ് സർക്കാർ അവിടെ ചെയ്യുന്നത്. സർക്കാരിന്റെ കയ്യിൽ 5000 കോടി എവിടെയാണ് ടൂറിസത്തിന് നിക്ഷേപിക്കാനുള്ളത്? 81 കോടിയുമായി വ്യത്യാസമുണ്ട്, കോടി കൂട്ടുന്നതുമായി വ്യത്യാസം. അല്ല, അത് റവന്യൂവിന്റെ കാര്യത്തിലാണ്. റവന്യൂവിന്റെ കാര്യത്തിൽ 80 കോടിയാണ് കഴിഞ്ഞ തവണ കൊടുത്തത്, ഇത്തവണ കൂട്ടി കൊടുത്തു, 81 കോടി കൂട്ടി കൊടുത്തു. എന്നാൽ 81ലേക്ക് കൂടി. അപ്പോൾ അത് അവിടെ വർധനമാണ്. അവിടെ വർധനമുണ്ടായിട്ടുണ്ട്. ഇവിടെ വർധനയില്ല. ഒരു 15-16 കോടി രൂപയുടെ വ്യത്യാസമേ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചുള്ള ആശങ്കയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, മൃഗസംരക്ഷണത്തിന്റെ കാര്യത്തിലും സിവിൽ സപ്ലൈസിന്റെ കാര്യത്തിലും അവിടെ ചുരുങ്ങിയത് ഒരു 500-600 കോടി രൂപയുടെ വ്യത്യാസം കാണുന്നു. സപ്ലൈകോയോട് കാണിച്ചത് അനീതി തന്നെയാണ്. അത് ജനങ്ങളടക്കം അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. തീർച്ചയായും സപ്ലൈകോയുടെ കാര്യത്തിൽ അനീതി ഉണ്ടാവുന്നത് സപ്ലൈകോയുടെ കാര്യത്തിൽ ഇപ്പം ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു, 1200 കോടിയിലധികം രൂപ പ്രൈവറ്റ് ആശുപത്രികൾക്ക് കാരുണ്യ പദ്ധതിയിൽ കൊടുക്കാനുണ്ട്. കൊടുത്തിരിക്കുന്നത് 678 കോടി രൂപയാണ്. 678 കോടി രൂപ കാരുണ്യ പദ്ധതി കൊടുത്താൽ
എങ്ങനെയാണ് 1200 കോടി രൂപ കുടിശ്ശിക അടിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചികിത്സയിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പദ്ധതി വലിയ വിഷയമാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ സബ്സിഡിയുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ ആ സാധനങ്ങളില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ സമസ്ത മേഖലകളിലും ഒരു ഇരുണ്ട കാലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 2025-26 ബജറ്റ് ആകുമ്പോഴേക്കും മാറും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വർഷമാകും. അപ്പോഴേക്കും ഈ കരുതൽ വരും. അല്ല, കരുതൽ പണം വരണ്ടേ? ഇപ്പൊ അതല്ലേ പ്രശ്നം. എങ്ങനെയാ പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി പ്ലാൻ ബി എന്താണ്? പ്ലാൻ ബി ആയാലും പ്ലാൻ സി ആയാലും മനുഷ്യന് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകാനായിട്ടുള്ള അവസരം ഒരുക്കുക. വിപണിയിൽ ഇടപെടണം. ഇപ്പോൾ അരിവില കൂടാൻ പോകുന്നു. അങ്ങനെ വിപണിയിൽ അത് പറയാം. എന്താണ് അരിവില കുറയാനുള്ള കാരണം? ഓപ്പൺ ഫേസ് സിസ്റ്റത്തിൽ നിന്ന് മാറാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. അതാണ് കാരണം. OMS ഓപ്പൺ ഫേസ് മാർക്കറ്റ് സിസ്റ്റമാണ്, അതിൽ നിന്ന് മാറാൻ പോവാണ്. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ മാറ്റമല്ലേ? കേന്ദ്ര സർക്കാരിന്റെ നയം മൂലമാണ് അരിയുടെ കാര്യത്തിൽ വില കൂടുതൽ. പക്ഷേ ഈ സപ്ലൈകോയിൽ സാധനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ട് മുൻപ് അധികം ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതി ഹോൾഡ് ചെയ്തിരിക്കുന്നല്ലേ? ഓൺ ഹോൾഡിൽ കൗതുകകരമായ കാര്യം നേരത്തെ സുജയ പറഞ്ഞതിന്റെ തുടർച്ചയായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇതിൽ പണച്ചെലവില്ലാത്ത കാര്യങ്ങൾക്ക് പോലും സർക്കാർ പണം അനുവദിക്കുന്നില്ല. ഉദാഹരണത്തിന് ഈ GR അനിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, നമ്മുടെ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വെള്ളക്കാട് ഉടമകളിൽ നിന്ന് 1 രൂപ വീതം പിരിച്ച് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. ധനവകുപ്പിനോട് ഇവർ അഭ്യർത്ഥിച്ചു, ധനവകുപ്പ് നിരാകരിച്ചു. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വരുന്നതല്ല, വെള്ളക്കാട് ഉടമകളിൽ നിന്ന് 1 രൂപ പിരിക്കുക എന്നതായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് APL കാർഡിലുള്ളവർക്ക്, എബോവ് പോവർട്ടി ലൈനുള്ളവർക്ക്. പക്ഷേ അത് സാധിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സർക്കാരിന് സാമ്പത്തികമായിട്ട് ഭാരമേൽക്കുന്നില്ലെങ്കിൽ പോലും ന്യായമായ ആവശ്യങ്ങളെ തഴഞ്ഞു എന്ന ഒരു പ്രധാനപ്പെട്ട പരാതി കൂടി സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കുണ്ട്. ഇതിൻ്റെ കൂടെ അതും കൂടി നമ്മൾ ചേർത്ത് 1 രൂപ പിരിക്കുമ്പോൾ അറിയായിരുന്നു അപ്പത്തെ പരാതി. അതെ, അത് അറിയാം, തീർച്ചയായിട്ടും അറിയാം. മാത്രമല്ല ഈ 7 വർഷമായി സബ്സിഡിയുള്ള സാധനങ്ങളുടെ വില കൂടിയിട്ടില്ല. അത് ന്യായമായും സബ്സിഡി അതിൽ മാറ്റം വരുത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സമസ്ത മേഖലകളിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സബ്സിഡിയുള്ള സാധനങ്ങൾ അതേ വിലയ്ക്ക് തന്നെ കൊടുക്കണമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. പക്ഷേ സർക്കാരിന് ഭയമാണ്, സബ്സിഡിയിൽ തൊടാൻ കഴിയില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിട്ടുമില്ല. വലിയ ചെറിയ വർധനമാണ്, നാമമാത്രമായ വർധനമാണ് ഉണ്ടാവും. ഈ 2016-2021 മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ തമ്മിലായിരുന്നു തർക്കം. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് സുധാകരനായിരുന്നു. തോമസ് ഐസക്കിനെതിരെ അല്ലേ? തോമസ് ഐസക്കിനെതിരെ കിഫ്ബിയിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അതെ, എന്നിട്ട് ഈ പറയുന്ന കേരളത്തിലെ എൻ്റെ റോഡ് വികസനം എൻ്റെ ഒരു പരിപാടിയല്ലോ, അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയല്ലേ. അപ്പം ഞാൻ സൈൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ നല്ല റോഡുകൾ വന്നാൽ അത് എനിക്കൊരു പിന്നെ എൻ്റെ തലയിലൊരു തൂവലായി, പൊൻതൂവലായി മാറും എന്ന് കരുതി തോമസ് ഐസക്ക് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു മത്സരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ. പക്ഷേ ഈ അടിയന്തരമായി ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങേയറ്റം പരിതാപകരമായൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പോയിട്ടുണ്ട്, അപകടകരമായ രീതിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അത് പ്രധാനമായും പൊതുവിതരണത്തിൽ അഫക്റ്റ് ചെയ്യും, ആരോഗ്യത്തിൽ അഫക്റ്റ് ചെയ്യും. ഈ 2 മേഖലകളിൽ അതിഭീകരമായി എഫക്റ്റ് ചെയ്യും. അതിനെന്ത് മറുകൃതിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭാവനാത്മകമായി സർക്കാർ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല ഉണ്ണിബാലകൃഷ്ണൻ, ക്ഷേമ പെൻഷൻ 1 രൂപ കൂട്ടിയിട്ടില്ല. സിവിൽ സപ്ലൈകോയിൽ ചെന്നാൽ അടിസ്ഥാന സാധനങ്ങളുമില്ല. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. സിവിൽ സപ്ലൈക്ക് സാധനം, മൂന്നാമത്തത് ഈ കാരുണ്യം. ഇത് 3ഉം ചേർന്നാൽ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഭയങ്കര ആന്റി ഇൻകംബൻസി ഉണ്ടാക്കും. വിരുദ്ധ വികാരം നേരെ വിപരീത അവസ്ഥയുണ്ടോ? ഇപ്പോഴുണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ ത്രികോണ ജാമ്യതയാണിത്. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ക്ഷേമ പെൻഷൻ ഇല്ലാത്തത് കൊണ്ട്, പൈസ ഇല്ലാത്തത് കൊണ്ട് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ അവൈൽ സ്റ്റോറിൽ ചെന്നാൽ സാധനമില്ല. ആ സാധനങ്ങളില്ലാത്തത് കൊണ്ട് അസുഖം വന്നാൽ ആശുപത്രി പോയാൽ ചികിത്സയുമില്ല. ഇങ്ങനെ ഒരു വൃത്തത്തിലേക്ക്, ഒരു വിഷമ വൃത്തത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊരു വേണമെങ്കിൽ നമുക്കൊരു ത്രികോണം എന്ന് വേണമെങ്കിൽ പറയാം. ഏത് രീതിയിൽ? അത് രണ്ടുമുണ്ട്, ത്രികോണവും വൃത്തവുമാണിത്. ഇതിനുള്ളിലാണ് ഈ വിഷമ വൃത്തത്തിൽ കിടക്കുന്നു. ഈ ത്രികോണത്തിനുള്ളിലെ വൃത്തമാണിത്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 3 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് CP മന്ത്രിമാരുടെ പരാതി ന്യായമോ എന്ന ചോദ്യത്തിന് ന്യായമാണ്. അവർക്ക് പരിഗണന കിട്ടണം ബജറ്റ് ചർച്ചയിൽ, തീർച്ചയായും. അപ്പോൾ ഇനിയൊരു Meet the editors.